ഹായ്, DBD വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ കടന്നു വരുന്നത്. ഇന്നു മുതൽ നമ്മൾ പുതിയ ഒരു ടോപ്പിക്കാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, സേഫ്റ്റി ഈസ് ദ ഫസ്റ്റ് എന്ന പേരിലാണ് നമ്മൾ കുറച്ച് വീഡിയോസ് പരമ്പര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഉദാഹരണമായി കമ്പ്യൂട്ടർ രംഗത്തെക്കുറിച്ചുള്ള വിവരം, അതിൻ്റെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹാർഡ്വെയർ റിപ്പയറിംഗ് ഓപ്പറേഷൻ, ഈ വിവരങ്ങൾ എല്ലാവർക്കും ആവശ്യമില്ല, ആവശ്യമുള്ളവർക്ക് മതി. പക്ഷേ ഈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇന്ന് നിലവിലുള്ള AI നമുക്ക് എന്തൊക്കെ ദൂഷ്യവശങ്ങൾ ഉണ്ടാക്കുന്നു, അതിൽ നമുക്ക് എങ്ങനെ മാറി നിൽക്കാം എന്ന് ഓരോരുത്തർക്കും അവയർനെസ് ആവശ്യമാണ്. അതുപോലെ ഓട്ടോമൊബൈൽ രംഗത്ത് എല്ലാ ആളുകളും ഓട്ടോമൊബൈലിലെ മെക്കാനിക്കും ഡ്രൈവറോ അല്ലെങ്കിൽ ഒരു കാറോ വണ്ടിയോ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതിൽ നിന്നുള്ള അപകടങ്ങൾ നമുക്ക് എങ്ങനെ കുറക്കാം എന്ന് ഓരോരുത്തരും അറിയേണ്ടത് ആവശ്യമാണ്. ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സേഫ്റ്റി അവയർനെസ് ടിപ്സാണ്. ജനറൽ പ്രൈമറി ആയിട്ട് ഇതൊരു മെഡിക്കൽ എക്സ്പേർട്ടിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് കാണരുത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മളെ ശ്വസന പ്രക്രിയയിലൂടെ ശരീരത്തിലോട്ട് വരുന്ന ഗ്യാസുകളെ കുറിച്ചാണ്. ഈ ശ്വസനം എന്നത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്, നമുക്ക് അറിഞ്ഞോ അറിയാതെയോ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്, ഉള്ളിലോട്ട് അകത്താവുന്നത് കൂടുതൽ നൈട്രജൻ ഗ്യാസും ഏകദേശം കുറച്ച് ഭാഗം ഓക്സിജനും വളരെ മൈന്യൂട്ടായിട്ടുള്ള ഇനർട്ട് ഗ്യാസുമാണ്. ഇതിൽ ഓക്സിജൻ മാത്രം സ്വീകരിച്ചുകൊണ്ട് മറ്റ് ഗ്യാസുകളെ നമ്മളെ ശരീരത്തിൻ്റെ മെക്കാനിസം പുറത്തോട്ട് വിടുന്നു. ഇത് ഏറ്റവും അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ്. പക്ഷേ ഈ ഓക്സിജൻ നമ്മുടെ ശരീരത്തിലുള്ള രക്തത്തിലെ ഹീമോഗ്ലോബിനുമായിട്ട് കൂടിച്ചേർന്ന് ശരീരകോശങ്ങളിൽ പ്രവേശിച്ച് ആവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കാനും മറ്റു കാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നമ്മളെ ശ്വാസോച്ഛ്വാസത്തിലൂടെ പുറത്തു വരുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് വളരെ ഡേഞ്ചർ അല്ല, ഒരു പരിധിവരെ ഓക്കെയാണ്. പക്ഷേ നമ്മൾ അറിയാതെ ശ്വസനത്തിലൂടെ കൂടിച്ചേരുന്ന കാർബൺ മോണോക്സൈഡാണ് വില്ലൻ. ഈ കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുന്നത് ശരിയായ കത്താത്ത അവസ്ഥയിലാണ്. പ്രത്യേകിച്ച് ഓട്ടോമൊബൈൽ വാഹനങ്ങൾ, മറ്റ് എഞ്ചിനുകൾ, അടുപ്പുകൾ എന്നിവയിൽ നിന്നാണ് കാർബൺ മോണോക്സൈഡ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. ഇത് നിറവോ മണമോ വാസനയോ ഇല്ലാത്ത ഒരു വാതകമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ നമ്മൾ ശരീരത്തിൽ എത്തുമ്പോൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. ഇത് എത്തിക്കഴിഞ്ഞാൽ കുഴപ്പം, സാധാരണഗതിയിൽ ഹീമോഗ്ലോബിൻ ഓക്സിജനുമായി കൂടിച്ചേരില്ല. പക്ഷേ ഈ ഓക്സിജന് പകരം ഹീമോഗ്ലോബിൻ കൂടിച്ചേരുന്നത് കാർബൺ മോണോക്സൈഡുമായിട്ടാണ്. കാരണം കാർബൺ മോണോക്സൈഡിന് ഓക്സിജനേക്കാൾ ഹീമോഗ്ലോബിനുമായിട്ട് കൂടിച്ചേരുന്ന കഴിവ് 200 തവണ കൂടുതലാണെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് ഓക്സിജനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് കാർബൺ മോണോക്സൈഡ് അതിൻ്റെ സ്ഥാനത്ത് വരുമ്പോൾ ഇത് ശരീരത്തിൽ എത്തേണ്ട ഓക്സിജന്റെ അളവ് കുറക്കുന്നു. ഇത് ശരീരത്തിലുണ്ടാക്കുന്ന ഡേഞ്ചർ വളരെ മാരകമാണ്. മാത്രമല്ല, ഇതിൻ്റെ ലക്ഷണങ്ങൾ സാധാരണ പനി ഉണ്ടാകുന്ന പോലെ ലക്ഷണം, പക്ഷേ ചൂടുണ്ടാവില്ല, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഒരുപക്ഷെ വൊമിറ്റിങ്, തലകറക്കം, ക്ഷീണം, ഒരു മന്ദത എന്നീ ഒരുപാട് സിംറ്റംസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. പക്ഷേ ഈ സിംറ്റംസ് ഒക്കെ കാർബൺ മോണോക്സൈഡ് ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ കാർബൺ മോണോക്സൈഡിൻ്റെ ഉള്ളിലോട്ട് പ്രവേശനമായിരിക്കും ഇതിന് കാരണം. ഇത് ഏറ്റവും മരണത്തിനൂടെ സാധ്യതയുള്ള ഒരു വാതകമാണ്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കാണാനോ വാസനിക്കാനോ തൊട്ടു നോക്കാനോ
ഒന്നും സാധിക്കില്ല. ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഡേഞ്ചർ. അതുകൊണ്ട് ഇതിൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മൾ ഇത്തരം അവസ്ഥയിൽ മാറി നിൽക്കുക, പുകയുള്ള അവസ്ഥയിൽ മാറി നിൽക്കുക. ഒരാൾ കൂടുതൽ കാർബൺ മോണോക്സൈഡ് ആക്ട് ചെയ്താൽ ആ സാഹചര്യത്തിന് അയാളെ പുറത്തേക്ക് കൊണ്ടുവരിക. മാത്രമല്ല ഓക്സിജൻ ലഭ്യത പരമാവധി ഓക്സിജൻ ട്രീറ്റ്മെൻറ്റ് നൽകുക. ഇത് മാത്രമേ ഇതിന് വഴിയുള്ളൂ. ഈ ഓക്സിജൻ റീപ്ലേസ് ചെയ്ത് ഈ കാർബൺ മോണോക്സൈഡ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാതിരിക്കാൻ നമ്മൾ ജാഗരൂകരായിരിക്കണം. ഇതിന് വേണ്ടത് കാർബൺ മോണോക്സൈഡിൻ്റെ ഉണ്ടാകുന്ന ഒരു വീട്ടിലോ റൂമിലോ കൂടുതൽ ആളുകൾക്ക് ഇത്തരം ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഒരുപക്ഷെ അത് കാർബൺ മോണോക്സൈഡിൻ്റെ പോയിസൺ ആയിരിക്കാം. ഇത്തരം അവസ്ഥയിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കാർബൺ മോണോക്സൈഡ് ഡിറ്റക്ട് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് സ്ഥാപിക്കുക. ഇങ്ങനെയുള്ള മുൻകരുതൽ മാത്രമേ ഈ കാർബൺ മോണോക്സൈഡ് എന്ന ഡേഞ്ചർ വാതകത്തിൻ്റെ ദൂഷ്യവശങ്ങൾ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം സേഫ്റ്റി പ്രൈമറി അവയർനെസ് ടിപ്സ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം ടിപ്സ് പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുക. നമുക്ക് പുതിയൊരു സേഫ്റ്റി ടിപ്സുമായി കടന്നു വരാം. താങ്ക്സ് ഓൾ.